ക്രിമിനലുകൾ, വ്യഭിചാരികൾ, ചുങ്കക്കാർ, സമൂഹത്തിൽ ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ടവർ, ഇങ്ങനെയുള്ളവരൊക്കെ ചേർത്ത് പിടിച്ച അവരെ ശുശ്രൂഷിച്ചവരാണ് ഈ ലോകത്തിൻ്റെ സൃഷ്ടാവും നമ്മുടെ രൂപത്തിൽ ഈ ഭൂമിയിലേക്ക് അവതരിച്ച് നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി മരിച്ച രക്ഷകനായ യേശു കർത്താവ് കാണിച്ചു തന്ന മാതൃക. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ദൈവം എത്ര നല്ലവനാണ്. ദൈവത്തിൻ്റെ വിശ്വസ്തത പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അത്രയും വലുതാണ്. നമ്മളൊക്കെ അവിശ്വസ്തരായി പോകുന്ന എത്രയോ സന്ദർഭങ്ങളുണ്ട്. ചില സമയത്ത് സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് അവിശ്വസ്തരായി പോകേണ്ടി വരും. നമ്മുടെ വാക്കുകൾ നമുക്ക് മാറ്റേണ്ടി വരും. ചിലപ്പോൾ മനഃപൂർവ്വമായിട്ട് ചില സമയത്ത് ചില അപകടങ്ങൾ മണത്തുകൊണ്ട് നമുക്ക് ചിലപ്പോൾ വാക്ക് മാറ്റേണ്ടതായിട്ടൊക്കെ വരും. പക്ഷേ ദൈവം ഒരിക്കലും അങ്ങനെയല്ല. അവൻ വിശ്വസ്തനായിട്ട് ഏതൊരു സാഹചര്യത്തിന് നടുവിലും അവൻ കാര്യാദികളെ ഭംഗിയായിട്ട് നിർവഹിച്ച് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് ദൈവം എന്നുള്ളത്. അതുകൊണ്ട് ഇന്ന് അവൻ്റെ വിശ്വസ്തതയോർത്ത് ഈ 2001 എപ്പിസോഡിലേക്ക് നമ്മൾ വന്നിരിക്കുമ്പോൾ അവൻ്റെ വിശ്വസ്തതയോർത്ത്, അവൻ്റെ കൃപകളോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്, കർത്താവിനെ വാഴ്ത്തുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് നമ്മുടെ കീ സ്പോൺസറാണ് നമുക്കുള്ളത്, കോലഞ്ചേരിയിൽ ഒരു വെൽവിഷറാണ്. താങ്ക് യു. ഇന്ന് സഹോദരൻ്റെ 25ാമത്തെ വിവാഹ വാർഷികമാണ്. ഹാപ്പി ആനിവേഴ്സറി. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം തന്നെ മകൻ ഓസ്റ്റിൻ ജോർജിന് UK-യിൽ IT എഞ്ചിനീയറിംഗ് ജോലിയും PR ലഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു ഭവനം പണിയുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തൻ്റെ ഉടമസ്ഥതയിലുള്ള പഴയ വീട് നല്ല വിലയ്ക്ക് വിറ്റുപോകുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ പ്രാർത്ഥനാ വിഷയത്തിൻ്റെ മേലൊക്കെ കർത്താവിൻ്റെ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. അമേൻ, അമേൻ. ചില പ്രധാനപ്പെട്ട അനൗൺസ്മെൻറ്റുകൾ. ഓഗസ്റ്റ് മാസം 28 നമ്മുടെ വൈയുടെ സ്പെഷ്യൽ ടൂർ പ്രോഗ്രാം വീണ്ടും ബാംഗ്ലൂരിൽ നടക്കാൻ പോവുകയാണ്. ലാസ്റ്റ് ആൻഡ് ഫൈനലാണ്. അതുകൊണ്ട് അതിനോടൊപ്പം എനിക്കൊന്ന് പാസ്റ്റർമാർ എല്ലാവരും അവിടെ ശുശ്രൂഷിക്കാനായിട്ട് വരുന്നുണ്ട്. ദയവായി അവിടെ കടന്നു ചെല്ലുക. അപ്പോൾ തന്നെ ഓഗസ്റ്റ് മാസം 30 ഞായറാഴ്ച ഒരു സ്പെഷ്യൽ സൺഡേ സർവീസ് കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ്. രാവിലെ 10 മണിക്ക് തുടങ്ങുന്ന ആ സർവീസിൽ പാസ്റ്റർ ഡാമിൻ ആൻ്റണിയാണ് ശുശ്രൂഷിക്കാൻ പോകുന്നത്. ദയവായി ആ മീറ്റിങ്ങിൽ കടന്നു ചെല്ലുക. വലിയ അനുഗ്രഹങ്ങൾ കർത്താവ് ചെയ്യാനായിട്ട് പോവുകയാണ്. സെപ്റ്റംബർ 4, 5 ഈ 2 ദിവസങ്ങളാണ് ബിൽഡ് ഡിഫറൻറ്റ് എന്ന പേരിലുള്ള നമ്മുടെ യൗവനക്കാർക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ 2 ദിവസത്തെ മീറ്റിംഗ് പ്രോഗ്രാം ക്യാമ്പ് ഞങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. താമസിക്കാതെ ഒക്കെ ഇതിനകത്ത് പങ്കെടുക്കാം. അതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ രജിസ്ട്രേഷൻ ആവശ്യമുണ്ട്. നിങ്ങൾ ഈ സമയത്ത് രജിസ്ട്രേഷൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ദയവായി ആ ലിങ്കിൽ പ്രസ് ചെയ്ത് അതിന് രജിസ്റ്റർ ചെയ്യാനായിട്ട് ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു. 13 വയസ്സ് മുതൽ 30 വയസ്സ് വരെ പ്രായമുള്ളവർക്കാണ് അതിൽ സ്പെഷ്യലായിട്ടുള്ള എൻട്രി ഉള്ളത്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവവചനത്തെ പഠിപ്പിക്കുവാനും അതുപോലെ തന്നെ ദൈവവചനത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിക്കാനും ഒക്കെയുള്ളൊരു അവസരമാണ്. അതുകൊണ്ട് എവിടെ നിന്നാണെങ്കിലും, ഏത് സഭയിലാണെങ്കിലും, എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കാം. വേഗത്തിൽ തന്നെ രജിസ്റ്റർ ചെയ്യുക. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ സന്ദേശമായിട്ട് പാസ്റ്റർ ഡാമിൻ വെയിറ്റ് ചെയ്യുകയാണ്. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് കിടക്കാം. വെൽക്കം ബാക്ക്. ഇന്ന് ഓഗസ്റ്റ് 19 ബുധനാഴ്ച. ഇന്നത്തെ ഫോക്കസ് വേർഡ് സ്പിരിറ്റ് ഓഫ് എക്സലൻസ് ഇൻ ലീഡർഷിപ്പ്. നേതൃത്വത്തിലെ ഉത്കൃഷ്ടതയുടെ ആത്മാവ്. എല്ലാവരും ഇപ്പോൾ കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യണം. ദൈവകൃപയാൽ ഇതിപ്പോൾ വിവിധ പ്ലാറ്റ്ഫോമുകളിൽ മോർണിംഗ് ഗ്ലോറി ലഭ്യമാണ്. വീഡിയോ പ്ലാറ്റ്ഫോമുകളിലും ഓഡിയോ പ്ലാറ്റ്ഫോമുകളിലും സ്പോട്ടിഫൈ തുടങ്ങി ഗൂഗിൾ പോഡ്കാസ്റ്റ്, ആപ്പിൾ പോഡ്കാസ്റ്റ് തുടങ്ങിയതിലൊക്കെ നിങ്ങൾക്കിത് കേൾക്കാൻ സാധിക്കും. എന്നാൽ കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യാൻ സാഹചര്യമുള്ള പ്ലാറ്റ്ഫോമുകളിൽ ഇപ്പോൾ ടൈപ്പ് ചെയ്യുക സ്പിരിറ്റ് ഓഫ് എക്സലൻസ് ഇൻ ലീഡർഷിപ്പ്. നേതൃത്വത്തിലെ ഉത്കൃഷ്ട ആത്മാവ്. ഇത് നിങ്ങളുടെ അറ്റൻഡൻസ് ആയിട്ട് ഞാൻ കണക്കാക്കും. മത്തായി എഴുതിയ സുവിശേഷം 20:26 മാത്യു 20:26 വായിക്കുന്നത്, ഹൂ എവർ വാണ്ട്സ് ടു ബിക്കം ഗ്രേറ്റ് എമംഗ് യു മസ്റ്റ് ബി യുവർ സെർവൻറ്റ്. എന്നാൽ കർത്താവ് പറയുക, നിങ്ങൾ അങ്ങനെ ആകരുത്. നിങ്ങളിൽ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ദാസനാകണം. മത്തായി 20:26. എത്ര ഭയങ്കരമായ വചനമാണത്. നിങ്ങളിൽ വലിയവനാകാൻ, മഹാനാകാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ദാസൻ ആകണം, സെർവൻ്റ് ആകണം. ഡെക്ലറേഷൻ നോക്കുക. ഇന്നത്തെ പ്രഖ്യാപനം, ട്രൂ ഗ്രേറ്റ്നെസ് കംസ് ത്രൂ സർവീസ്.
യഥാർത്ഥ മഹത്വം പുറത്തേക്ക് വരുന്നത് സേവനത്തിലൂടെയാണ്. ഐ ലീഡ് വിത്ത് ഹ്യൂമിലിറ്റി ആൻഡ് സ്പിരിറ്റ് ലെഡ് എക്സലൻസ്. ഞാൻ താഴ്മയോടെയും ആത്മാവിനാൽ നടത്തപ്പെടുന്ന ശ്രേഷ്ഠതയിലൂടെയും നയിക്കുന്നു. ഇന്നത്തെ ബൈബിൾ റീഡിംഗ് പ്ലാൻ ദയവായി നിങ്ങൾ ഡയറിയിൽ നോക്കി വായിച്ച് ടിക്ക് ചെയ്യണേ. സ്പിരിറ്റ് ഓഫ് എക്സലൻസ് ഇൻ ലീഡർഷിപ്പ്, നേതൃത്വത്തിലെ ആത്മീയമായ ഉത്കൃഷ്ടാത്മാവ്, നേതൃത്വത്തിലെ ഉത്കൃഷ്ടാത്മാവ്, ലീഡ് ചെയ്യുന്നതിലെ ഉത്കൃഷ്ടത. ഒന്നാമത്തെ പോയിൻ്റ് ഇതാണ്: ഗ്രേറ്റ് ലീഡേഴ്സ് സെർവ് ബിഫോർ ദേ ലീഡ്. വലിയ നേതാക്കന്മാർ അവർ നയിക്കുന്നതിന് മുൻപ് സേവനമനുഷ്ഠിക്കുന്നവരാണ്. ജീസസ് കംപ്ലീറ്റ്ലി റീഡിഫൈൻഡ് ഗ്രേറ്റ്നെസ്. ഈ ഭൂമിയിൽ മഹത്വം, മഹിമ, മഹാനാകുക, ഗ്രേറ്റ്നെസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റുണ്ട്. പലർക്കും ആരാണ് ഹൂ ഈസ് ഗ്രേറ്റ്? അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? മഹാനായ അലക്സാണ്ടർ 32-31 വയസ്സിൽ മരിച്ചുപോയി. പക്ഷേ മഹാൻ എന്നുള്ള പേര് കിട്ടി. കാരണം അദ്ദേഹം വെട്ടിപ്പിടിച്ച രാജ്യങ്ങൾ, അദ്ദേഹം കീഴ്പ്പെടുത്തിയ രാജാക്കന്മാർ, അദ്ദേഹം ഉണ്ടാക്കിയ സമ്പത്തുകൾ, അദ്ദേഹം ഉണ്ടാക്കിയ സാമ്രാജ്യം എല്ലാം കൂടി വെച്ച് കഴിഞ്ഞപ്പോൾ മഹാനായ അലക്സാണ്ടർ. എന്നാൽ യേശു വന്നിട്ട് ഇതിനെ മൊത്തം അങ്ങ് റീഡിഫൈൻ ചെയ്തു, പുനർനിർവചിച്ചു. എന്താണ് ഗ്രേറ്റ്നെസ് എന്നത് കർത്താവായിട്ട് വേറൊരു നിർവചനം കൊണ്ടുവന്നു. The world measures leaders by how many people serve them. പലപ്പോഴും ഈ ലോകം വലിയ വലിയ നേതാക്കന്മാരുടെ മഹിമ അളക്കുന്നത് എത്ര പേർ അവരെ സെർവ് ചെയ്യുന്നു എന്ന് നോക്കിയിട്ടാണ്. ഇപ്പോൾ രാജാക്കന്മാർ, വലിയ വലിയ മഹത്തുക്കൾ, 1000 പേര് അവരെ സെർവ് ചെയ്യാനുണ്ട്. വെഞ്ചാമരം വീശാനും കാലെടുത്ത് വയ്ക്കുമ്പോൾ ആ പാദവിയുടെ ഫുഡ് സ്റ്റൂള് ക്ലീൻ ചെയ്ത് കൊടുക്കാനും ഓരോരോ ആവശ്യത്തിന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഒത്തിരി സേവകരും ഒക്കെ ഉള്ള ഒരാളെ ഗ്രേറ്റായിട്ടൊരു പ്രതാപത്തിലിരിക്കുന്നൊരു വ്യക്തിയായിട്ട് ഈ ലോകം കാണുമ്പോൾ ജീസസ് മെഷേഴ്സ് ലീഡേഴ്സ് ബൈ ഹൗ ഫെയ്ത്ത്ഫുള്ളി ദേ സെർവ് അതേഴ്സ്. കർത്താവ് അങ്ങനെയല്ല കാണുന്നത്. ജനങ്ങളെ, മറ്റുള്ളവരെ എത്രത്തോളം താഴ്മയോടെ സേവിക്കുന്നുവോ അതാണ് ഗ്രേറ്റ്നെസ് ആയിട്ട് കാണുന്നത്. ഞാൻ കൂടെ പറയാനുള്ളൊരു കാര്യമാണ്, എന്തെല്ലാം ഈ ഭൂമിയിൽ നടക്കുന്നതിൻ്റെ ഉൾട്ടയാണ് ദൈവരാജ്യത്തിൽ നടക്കുന്നത്. യേശു കർത്താവിൻ്റെ സിസ്റ്റം, അവനുണ്ടാക്കിയ വ്യവസ്ഥ ഈ ലോകത്തിൽ എന്ത് നടക്കുന്നതിൻ്റെ നേരെ വിപരീതമാണ്. ഇവിടെയും ഗ്രേറ്റ്നെസ് എന്താണ് എന്ന് നമുക്ക് ലോകത്തിൽ ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ കാശും അതുപോലെ പ്രതാപവും ഭയങ്കര ഇൻഫ്ലുവൻസും സക്സസ്സൊക്കെ ഉണ്ടെങ്കിൽ ഗ്രേറ്റ് എന്ന് പറയും. മെയിൻലി ഒത്തിരി പേരെ ഇപ്പോൾ ഒരാളങ്ങ് പോകുന്ന സമയത്ത് കുറേ അകമ്പടി നായകന്മാരും കുറേ ബ്ലാക്ക് ക്യാറ്റ്സും വൈറ്റ് ക്യാറ്റ്സും യെല്ലോ ക്യാറ്റ്സും എല്ലാമായിട്ട് ആ എൻട്രി എന്ന് പറയുന്നത് തന്നെ ഒരു ഭയങ്കര സംഭവമാണെങ്കിൽ സച്ച് എ ഗ്രേറ്റ് മാൻ, സച്ച് എ ഗ്രേറ്റ് ലീഡർ എന്ന് നമ്മൾ പറയും. കർത്താവ് പറയുന്ന ഓപ്പോസിറ്റ്. നീ എത്ര പേരെ സെർവ് ചെയ്യുന്നു, എത്ര പേരെ ശുശ്രൂഷിക്കുന്നു, അതാണ് ഗ്രേറ്റ്നെസ്. നമുക്ക് വേണമെങ്കിൽ അതിനെ ഇങ്ങനെ പറയാം: leadership in God's kingdom is not a position to enjoy, it is a responsibility to embrace. ഈ ദൈവരാജ്യത്തിലെ നേതൃത്വം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സ്ഥാനത്തിങ്ങനെ ഇരിക്കുവാനുള്ളൊരു സ്ഥാനമല്ല, പകരം നാം കെട്ടിപ്പുണരുവാനുള്ളൊരു ഉത്തരവാദിത്വമാണ്. ക്രിസ്ത്യൻ ലീഡർഷിപ്പ് ഈസ് എ റെസ്പോൺസിബിലിറ്റി, ഇറ്റ് ഈസ് നോട്ട് എ പൊസിഷൻ ടു അഡോൺ. നമ്മൾ പോയി ഇരുന്ന സ്ഥാനം അലങ്കരിക്കുക എന്നൊക്കെ പറയില്ലേ, ഇത് സ്ഥാനം അലങ്കരിക്കാനുള്ളൊരു പരിപാടിയല്ല ക്രിസ്തീയ ശുശ്രൂഷ, ക്രിസ്തീയ നേതൃത്വം. പകരം അതൊരു ഭയങ്കര ഉത്തരവാദിത്വമായിട്ടെടുക്കണം. മാർക്ക് 10:45, മർക്കോസിന്റെ സുവിശേഷം 10:45, ദ സൺ ഓഫ് മാൻ ഡിഡ് നോട്ട് കം ടു ബി സെർവ്ഡ് ബട്ട് ടു സെർവ്. മനുഷ്യപുത്രൻ വന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കുവാനത്രേ. കേൾക്കുന്നുണ്ടോ? എല്ലാവരും തന്നെ ശുശ്രൂഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ടല്ല യേശു വന്നത്. താൻ ശുശ്രൂഷിക്കാനാണ് വന്നത്. താൻ തന്നെ
രോഗികളുടെ അടുക്കിലേക്ക് പോയി. കുഷ്ഠരോഗികളെ വരെ തൊട്ട് സൗഖ്യമാക്കി, കുരുടരെ സൗഖ്യമാക്കുന്നു. എന്ന് വെച്ചാൽ സമൂഹത്തിൽ ആർക്കും വേണ്ടാത്ത, ഹോസ്പിറ്റലിൽ പോലും എടുക്കാത്ത ക്രിമിനലുകൾ, വ്യഭിചാരികൾ, ചുങ്കക്കാർ, സമൂഹത്തിൽ ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ടവർ, കേൾക്കുന്നുണ്ടോ? ഇങ്ങനെയുള്ളവരൊക്കെ ചേർത്ത് പിടിച്ച, അവരെ ശുശ്രൂഷിച്ചവനാണ് ഈ ലോകത്തിൻ്റെ സൃഷ്ടാവും നമ്മുടെ രൂപത്തിൽ ഈ ഭൂമിയിലേക്ക് അവതരിച്ച് നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി മരിച്ച രക്ഷകനായ യേശു കർത്താവ് കാണിച്ചു തന്ന മാതൃക. ദാറ്റ് ഈസ് ക്രിസ്ത്യൻ ലീഡർഷിപ്പ്. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 14-15 വചനങ്ങളിൽ, I have set you an example that you should do as I have done for you. ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും മറ്റുള്ളവർക്ക് ചെയ്യേണ്ടതിന് ഞാനിതാ ഒരു മാതൃക കാണിച്ചിരിക്കുന്നു. എന്തിനെക്കുറിച്ചാണ്? കാല് കഴുകിയതിനെക്കുറിച്ച്. യേശു തൻ്റെ സ്വന്തം ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി. ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് മക്കളെ. ശരിക്കും ഇത് നമ്മൾ എപ്പോഴും ഇതൊക്കെ ഇങ്ങനെ കേൾക്കുന്നതുകൊണ്ട് എന്താണ് സംഭവിച്ചെന്നുള്ളതിൻ്റെ അതൊക്കെ നമ്മളങ്ങ് മറന്നുപോകും. ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 7 വരെ, ക്രൈസ്റ്റ് മെയ്ഡ് ഹിംസെൽഫ് നത്തിങ് ബൈ ടേക്കിംഗ് ദ നേച്ചർ ഓഫ് എ സെർവൻ്റ്. ഒരു ദാസരൂപമെടുത്ത് യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നു, തന്നെത്താൻ ഒന്നുമില്ലാത്തവനെ പോലെ ആക്കി തീർത്തു. ദ ഗ്രേറ്റസ്റ്റ് ലീഡേഴ്സ് നെവർ ഔട്ട്ഗ്രോ സെർവൻ്റ് ഹാർട്ടഡ്നെസ്. അതൊരു ദാസ്യ മനോഭാവമുണ്ട്, ഹൃദയമുണ്ട്. അതിന് മുകളിലേക്ക് ഒരു നേതാവും വളരാൻ പോകുന്നില്ല. നമ്മളൊരു ബിൽഡിംഗ് കാണുന്ന സമയത്ത് വിസിബിളായിട്ട് കുറച്ച് പില്ലറുകളൊക്കെ കാണും. ഫ്രണ്ടിൽ കുറേ ഭംഗിക്ക് വേണ്ടി കുറച്ച് പില്ലേഴ്സ്. എന്നാൽ ഈ പില്ലേഴ്സ് അല്ല വാസ്തവത്തിൽ ഈ കെട്ടിടത്തെ താങ്ങി നിർത്തുന്നത്. യഥാർത്ഥത്തിൽ ഈ കെട്ടിടത്തിൻ്റെ സ്ട്രക്ചറിൽ താങ്ങി നിർത്തുന്ന പില്ലറുകൾ മുഴുവൻ മതിലിനകത്ത് മറഞ്ഞിരിക്കുകയാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതൊരിക്കലും കാണുന്ന പോലുമില്ല. അതിനോടൊപ്പം ബ്രിക്ക് ചെയ്ത മതിലുകളൊക്കെ കെട്ടിപ്പോവും. അതാണ് വാസ്തവത്തിൽ ഇതിനെ താങ്ങി നിർത്തുന്നത്. ഫ്രണ്ടിലൊക്കെ 1-2 അലങ്കാരത്തിന് വേണ്ടി പില്ലറുകൾ ഉണ്ടാക്കി വെച്ചിരിക്കും. അതല്ല കെട്ടിടത്തെ പലപ്പോഴും താങ്ങി നിർത്തുന്നത്. ഇതുപോലെ ട്രൂ ലീഡർഷിപ്പ് സപ്പോർട്ട്സ് അതേഴ്സ് റാദർ ദാൻ സീക്കിംഗ് അറ്റൻഷൻ. ശരിയായ നേതൃത്വം പലപ്പോഴും ഒത്തിരി പേരെ താങ്ങി നിർത്തുന്നതാണ്, അതല്ലാതെ മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നവരല്ല. നമ്പർ 2, എക്സലന്റ് ലീഡേഴ്സ് ബിൽഡ് പീപ്പിൾ നോട്ട് പേഴ്സണൽ കിങ്ഡംസ്. ഉത്കൃഷ്ടതയുള്ള നേതാക്കന്മാർ, ലീഡേഴ്സ്, അവർ ജനങ്ങളെയാണ് പണിയുന്നത്, വ്യക്തിപരമായ സാമ്രാജ്യങ്ങളല്ല. ഉദാഹരണത്തിന് നെഹെമ്യാ ബിൽറ്റ് വാൾസ് ബട്ട് ഹിസ് ഗ്രേറ്റർ അച്ചീവ്മെൻറ്റ് വാസ് റീബിൽഡിങ് പീപ്പിൾ. തീർച്ചയായിട്ടും നെഹെമ്യാവ് 140 വർഷത്തിലധികം തകർന്നു കിടന്നിരുന്ന മതിൽ പണിതു. ഓക്കെ, എന്നാൽ അവൻ പണിതത് ഏറ്റവും വലിയ പണി മതിൽ പണിയായിരുന്നില്ല. ദൈവത്തിൽ നിന്നും അകന്നുപോയി ചിതറിക്കിടന്നിരുന്ന ജനങ്ങളെ ഒരുമിച്ച് കൊണ്ടുവന്ന് ഒരു ആത്മീയ ഉണർവുണ്ടാക്കി ദൈവവചനം തിരിച്ചു കൊണ്ടുവന്നു, ആരാധന തിരിച്ചു കൊണ്ടുവന്നു, ദൈവകൽപ്പനകൾ തിരിച്ചു കൊണ്ടുവന്ന് ജനങ്ങളെ ആത്മീയമായി റീബിൽഡ് ചെയ്തു. അതായിരുന്നു ഏറ്റവും വലിയ റീബിൽഡിങ്. ചുരുക്കി പറഞ്ഞാൽ ജനങ്ങളെ പണിതെടുക്കുന്നവരാണ് യഥാർത്ഥ ഗ്രേറ്റ് ലീഡേഴ്സ് എന്ന് പറയുന്നത്. സ്പിരിറ്റ് ലെഡ് ലീഡേഴ്സ് ഡെവലപ്പ് അതേഴ്സ്, encourage others and create opportunities for others to succeed. ശരിക്കും ആത്മാവിനാൽ നയിക്കപ്പെടുന്ന നേതാക്കന്മാർ അല്ലെങ്കിൽ ശുശ്രൂഷകർ, അവർ മറ്റുള്ളവരെയാണ് പണിതെടുക്കുന്നത്, മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കുന്നു, അവർക്ക് വേണ്ടി അവസരങ്ങൾ ഉളവാക്കി കൊടുക്കും, എന്നിട്ട് അവരെ വിജയത്തിലേക്ക് കൊണ്ടുപോകും. അതാണ് യഥാർത്ഥ ലീഡേഴ്സ്. എഫെസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 13 വരെ വായിക്കുമ്പോൾ 5 വിധ ശുശ്രൂഷകൾ അല്ലെങ്കിൽ ദ 5-fold മിനിസ്ട്രി അവിടെ പറഞ്ഞിട്ടുണ്ട്. ടു എക്വിപ്പ് ഹിസ് പീപ്പിൾ ഫോർ വർക്ക്സ് ഓഫ് സർവീസ്. ശുശ്രൂഷ ചെയ്യുവാനായി മറ്റുള്ളവരെ സജ്ജീകരിച്ചെടുക്കുന്ന, ഒരുക്കിയെടുക്കുന്ന ആളുകളാണിവർ. 2 തിമോത്തി ചാപ്റ്റർ 2 വേഴ്സ് നമ്പർ 2, 2 തിമോത്തിയോസ് 2:2 2:2 പ്രിൻസിപ്പിൾ എന്നറിയപ്പെടുന്ന ആ ഭാഗമാണ്.
entrust to reliable people who will also be qualified to teach others. മറ്റുള്ളവരെ ഉപദേശിക്കുവാൻ സമർത്ഥരായ ചിലരെ നീ ഭരമേൽപ്പിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം സംഭവിക്കുന്നത് ചെയിനായി ജനങ്ങളെ ബിൽഡ് ചെയ്യുകയാണ്. നമ്പേഴ്സ് 11 വേഴ്സ് നമ്പർ 17, സംഖ്യാപുസ്തകം 11:17, I will take off the spirit that is on you and put the spirit on them. നിൻ്റെ മേലുള്ള ആത്മാവിൽ കുറച്ചെടുത്ത് ഞാൻ അവരുടെ മേൽ പകരും. കണ്ടോ? അപ്പോൾ ഗ്രേറ്റ് ലീഡേഴ്സിൽ നിന്നൊരു ഇമ്പാർട്ടേഷൻ നടക്കുന്നുണ്ട്. മറ്റുള്ളവരും വളരുക, അയാൾ മാത്രമല്ല വളരുന്നത്, മറ്റുള്ളവരും കൂടെ വളരുന്നു. എ ലീഡേഴ്സ് സക്സസ് ഈസ് മെഷേർഡ് നോട്ട് ഓൺലി ബൈ വാട്ട് ഹി അക്കംപ്ലിഷസ് ബട്ട് ബൈ ഹൂം ഹി ഡെവലപ്സ്. ഒരു നല്ല നേതാവിൻ്റെ വിജയം എന്ന് പറയുന്നത് അതിനെ അളക്കുന്നത് അദ്ദേഹം എന്ത് നേടിയെടുക്കുന്നു, അച്ചീവ് ചെയ്യുന്നതിനേക്കാൾ അദ്ദേഹം എത്ര പേരെ വികസിപ്പിച്ചെടുക്കുന്നു എന്നത് കൂടെയാണ് അതിനകത്ത് കിടക്കുന്നത്. നമ്പർ 3, എക്സലൻറ്റ് ലീഡേഴ്സ് ലീഡ് ബൈ എക്സാമ്പിൾ. ഏറ്റവും ശ്രേഷ്ഠരായ നേതാക്കന്മാർ അവരുടെ ദൃഷ്ടാന്തം കൊണ്ട്, അവരുടെ മാതൃക കൊണ്ടാണ് ലീഡ് ചെയ്യുന്നത്. പീപ്പിൾ മേ ഫോളോ ഇൻസ്ട്രക്ഷൻസ് ഫോർ എ സീസൺ. കുറേ നാളത്തേക്ക് കൂടെയുള്ളവർ പറയുന്ന നിർദ്ദേശങ്ങളൊക്കെ കേട്ട് അനുസരിക്കും. ദേ ഫോളോ എക്സാമ്പിൾസ് ഫോർ എ ലൈഫ് ടൈം. എന്നാൽ ഒരു മാതൃകയാണ് കാണിക്കുന്നതെങ്കിൽ ജീവിതകാലം മുഴുവൻ ആ മാതൃക പിന്തുടരും. ഒന്നുകൂടെ പറയാം. അധികാരത്തിലിരിക്കുന്നവർ, നേതൃത്വത്തിലിരിക്കുന്നവർ പറയുന്നത് അണികൾ, പുറകിലുള്ളവർ കുറേ കാലത്തേക്കൊക്കെ കേൾക്കും. എന്നാൽ അവർ കാണിക്കുന്ന മാതൃക, അവരുടെ എക്സാമ്പിൾ ജീവിതകാലം മുഴുവൻ അവർ പിന്തുടരും. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഫോളോ മൈ എക്സാമ്പിൾ, എൻ്റെ അനുകാരികളാകുവിൻ. കാരണം അദ്ദേഹം ഒരു മാതൃക കാണിച്ചു കൊടുക്കുകയാണ്. ഹിസ് ലൈഫ് മാച്ച്ഡ് ഹിസ് മെസ്സേജ്. പൗലോസ് എന്ത് പ്രസംഗിച്ചോ അതുതന്നെ ജീവിച്ചു. 1 Timothy chapter 4 verse 12, 1 Timotheus 4:12 set an example for the believers. അദ്ദേഹം തന്നെ പറയാം, വിശ്വാസികൾക്ക് നീ ഒരു മാതൃകയായിരിക്കണം. 1 Corinthians 11:1 ഫോളോ മൈ എക്സാമ്പിൾ ആസ് ഐ ഫോളോ ദി എക്സാമ്പിൾ ഓഫ് ക്രൈസ്റ്റ്. എൻ്റെ മാതൃക പ്രകാരം ഞാൻ ക്രിസ്തുവിൻ്റെ അനുയായി ആയിരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ അനുയായികളാകുവിൻ, എൻ്റെ അനുകാരികളാകുവിൻ. ടൈറ്റസ് 2:7 നോക്കുക. തീത്തോസിൻ്റെ ലേഖനം 2:7 ഇൻ എവറിത്തിങ് സെറ്റ് ആൻ എക്സാമ്പിൾ ബൈ ഡൂയിങ് വാട്ട് ഈസ് ഗുഡ്. നന്മ ചെയ്തുകൊണ്ട് സകലത്തിലും ഒരു മാതൃകയായി നീ മാറണം. നല്ല ഇടയന്മാർ നടക്കുന്നത് ആടുകളുടെ മുൻപിലാണ്. മുമ്പിൽ നടക്കുന്ന ഇടയൻ്റെ പുറകെയാണ് സകല ആടുകളും പിൻഗമിക്കുന്നത്. മുമ്പിൽ നടക്കുക എന്ന് പറഞ്ഞാൽ മാതൃക കാണിച്ചു കൊടുക്കുക, വഴി വെട്ടി തെളിയിച്ചു കൊടുക്കുക, മാർഗം തെളിയിച്ചു കൊടുക്കുക. പിന്നിൽ നടക്കുന്നവൻ ഭീരുവാണ്. ആടുകളെ മുന്നിൽ വിട്ട ശേഷം പിന്നിൽ നടക്കുന്നവരെല്ലാം ഭീരുക്കളാണ്. സോ എക്സാമ്പിൾ ഈസ് സ്ട്രോങ്ങർ ദാൻ കമാൻഡ്. ആജ്ഞയേക്കാൾ വലുതാണ് മാതൃക. ഒരു വലിയ കൽപ്പന പുറപ്പെടുവിക്കുന്നതിനേക്കാൾ വലുതാണ് സ്വയമായി കാണിച്ചു കൊടുക്കുന്ന ദൃഷ്ടാന്തം. നമ്പർ 4, എക്സലൻറ്റ് ലീഡേഴ്സ് ഡിപ്പെൻഡ് ഓൺ ദ ഹോളി സ്പിരിറ്റ്. ഏറ്റവും ശ്രേഷ്ഠരായ നേതാക്കന്മാരെല്ലാം പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കുന്നവരായിരിക്കും. ലീഡർഷിപ്പ് ഈസ് ടു ഗ്രേറ്റ് എ റെസ്പോൺസിബിലിറ്റി ടു ക്യാരി അലോൺ. നേതൃത്വം ഒരിക്കലും ഒറ്റയ്ക്ക് ചുമക്കാൻ കഴിയുന്ന ഒന്നല്ല. ലോകത്തിൽ ഒരു നേതാവിനും ഒറ്റയ്ക്കെല്ലാം ചെയ്യാൻ സാധ്യമല്ല. ഒറ്റയ്ക്ക് ചെയ്യുന്ന ഏതെങ്കിലും നേതാവുണ്ടെങ്കിൽ അയാൾ നേതാവുമല്ല, അയാൾ ശ്രേഷ്ഠനുമല്ല. മോസസ് ഓൾവേസ് നീഡഡ് ഗോഡ്സ് പ്രസൻസ്. ഈ മോശയ്ക്ക് ഒരു കാര്യത്തിൽ കണിശബുദ്ധി ഉണ്ടായിരുന്നു. ദൈവമേ, നിൻ്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ എന്നെ വിടല്ലേ, നീ ഞങ്ങളോട് കൂടി പോരണമേ. കർത്താവ്, നീ കൂടെ ഇരിക്കണമേ. ഞങ്ങളുടെ യാത്രയിൽ നീ വിട്ടുപോകരുത്, നീ പുറകോട്ട് പോകരുത്, ഞങ്ങൾ മുമ്പോട്ട്, നീ പുറകോട്ട് വശങ്ങളിലേക്ക്. നോ, നീ ഞങ്ങളോട് കൂടെ ഇരിക്കണേ, എപ്പോഴും കൂടെ ഉണ്ടായിരിക്കണേ. അപ്പോൾ കാരണം ഈ 30 ലക്ഷം പേരെ നടത്തുമ്പോൾ അദ്ദേഹത്തിന് അറിയാം ഒറ്റയ്ക്ക് പരിപാടി നടക്കില്ല. ദൈവം കൂടെ ഇല്ലെങ്കിൽ എല്ലാം പോയി. ജോഷുവ നീഡഡ് ഗോഡ്സ് കറേജ്. ഇനി യോശുവയെ സംബന്ധിച്ചിടത്തോളം ഇടയ്ക്കിടയ്ക്ക് വന്ന് 1-ാം അധ്യായത്തിൽ തന്നെ തുടങ്ങുന്നത്, ജോഷുവ നീ പേടിക്കേണ്ട,
ഭയവും ഭീരുത്വം എല്ലാം വിട്ടുകളഞ്ഞേക്ക്. ഞാൻ നിന്നോടുകൂടി മോശയോടുകൂടി ഇരുന്നതുപോലെ ഞാനും നിന്നോടുകൂടി ഇരിക്കും. അതുകൊണ്ട് നീ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന എല്ലാ രാപകൽ അങ്ങ് ധ്യാനിച്ചോ. എൻ്റെ വായിൽ നിന്നും ഈ വചനങ്ങളൊന്നും പോകരുത്. വചനം കൂടെ ഇരിക്കണം. ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ ജോഷുവയ്ക്ക് അത് ആവശ്യമായിരുന്നു. ദ അപ്പോസ്റ്റൽസ് നീഡഡ് ദ ഹോളി സ്പിരിറ്റ്. ഇനി അപ്പോസ്തലന്മാർക്കാണെങ്കിൽ പരിശുദ്ധാത്മാവിനെ ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് അവർ കാത്തിരുന്ന് പരിശുദ്ധാത്മാവ് വന്ന ശേഷം ശുശ്രൂഷ ആരംഭിച്ചത്. ദ ഗ്രേറ്റസ്റ്റ് ലീഡർഷിപ്പ് റിസോഴ്സ് ഈസ് നോട്ട് എക്സ്പീരിയൻസ്, ഇറ്റ് ഈസ് ഡിപ്പെൻഡൻസ് ഓൺ ഗോഡ്. ഏറ്റവും വലിയ ഈ നേതൃത്വത്തിനുള്ള വിഭവശേഷി എന്ന് പറയുന്നത് അനുഭവ സമ്പത്ത് പോലുമല്ല, അത് ദൈവത്തിലുള്ള ഒരാശ്രയമാണ്. നീ ഇല്ലെങ്കിൽ, നീ കൂടെ ഇല്ലെങ്കിൽ, ആ ഒരു വലിയ ദൈവത്തിലുള്ള ആശ്രയത്വ ബോധമാണ് ഏറ്റവും വലിയ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. സെഖറിയ 4:6 നോട്ട് ബൈ മൈറ്റ് നോട്ട് ബൈ പവർ ബട്ട് ബൈ മൈ സ്പിരിറ്റ്. സെഖറിയാൻ്റെ പുസ്തകം 4:6 നമ്മൾ കൂടെ പറയുന്നൊരു വാക്യമാണല്ലോ. സൈന്യത്താലല്ല, ശക്തിയാലല്ല, എൻ്റെ ആത്മാവിനാൽ അത്രേ. യാക്കോബിൻ്റെ ലേഖനം 1:5 ഇഫ് എനി ഓഫ് യു ലാക്സ് വിസ്ഡം ആസ്ക് ഗോഡ്. ആർക്കെങ്കിലും ജ്ഞാനം കുറവെങ്കിൽ ദൈവത്തോട് ചോദിച്ചാൽ മതി. ഏഷ്യാവിൻ്റെ പുസ്തകം 30:21 ദിസ് ഈസ് ദ വേ വാക്ക് ഇൻ ഇറ്റ്. വഴി ഇതാകുന്നു, ഇതിലേ നടന്നുകൊള്ളുവിൻ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് കർത്താവ് ഇതുപോലൊന്ന് വഴി കാട്ടാൻ. The Holy Spirit gives wisdom for decisions, strength for challenges and grace for people. പരിശുദ്ധാത്മാവ് വന്നിരിക്കുന്നത് എന്തിനു വേണ്ടി? തിരഞ്ഞെടുപ്പുകൾ നടത്തുമ്പോൾ ജ്ഞാനം നൽകാനും, വെല്ലുവിളികൾ വരുമ്പോൾ എതിർത്ത് നിൽക്കാനുള്ള ശക്തി നൽകാനും, ജനങ്ങൾക്ക് കൃപ പകരാനും ഒക്കെ ആയിട്ടാണ് ഈ പരിശുദ്ധാത്മാവ് വന്നിരിക്കുന്നത്. ഒരു ഷിപ്പിൻ്റെ ക്യാപ്റ്റൻ, അയാൾ ഓരോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പരീക്ഷകൾ എഴുതണമല്ലോ. എക്സാംസ് എഴുതി മാത്രമല്ല അനേക വർഷങ്ങളിലെ പരിചയസമ്പത്തും എല്ലാം ഉണ്ട്. യൂണിഫോം അണിഞ്ഞിരിക്കുന്നു, വൈറ്റ് നിറത്തിലെ ക്യാപ്പ് വെച്ചിരിക്കുന്നു, കണ്ടാൽ തന്നെ ഭയങ്കര ലുക്കാണ്. ഇതൊക്കെയാണേലും ഒരു കോമ്പസ് ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ കോഴ്സ് നിയന്ത്രിക്കാൻ പറ്റൂ. ഇതുപോലെ തന്നെയാണ് നമുക്ക് എന്തെല്ലാം അനുഭവ സമ്പത്തുണ്ടെങ്കിലും കഴിവുകളുണ്ടെങ്കിലും ദ ഹോളി സ്പിരിറ്റ് ഈസ് ദ ബിലീവേഴ്സ് unfailing GPS, unfailing compass, unfailing guide. എത്ര വർഷത്തെ പഴക്കമുണ്ടെങ്കിൽ, പരിചയസമ്പത്തുണ്ടെങ്കിലും, വചനം എത്ര അറിയാമെങ്കിലും, മുൻപരിചയം ഒത്തിരി ഉണ്ടെങ്കിൽ പോലും പരിശുദ്ധാത്മാവിൻ്റെ നിയോഗങ്ങളും ഗൈഡൻസും ഇല്ലെങ്കിൽ ഏത് നേതാവും അല്ലെങ്കിൽ ഏത് ലീഡറും പൊട്ടിപ്പാളീസായിപ്പോവും. അതുകൊണ്ട് നമുക്ക് യേശു കാണിച്ചു തന്നൊരു മാതൃകയിൽ നമുക്ക് പോകണം. അപ്പോസ്തലന്മാർ കാണിച്ചു തന്ന മാതൃകയിൽ നമുക്ക് പോകണം. അതല്ലാതെ മറ്റൊരു മാർഗത്തിലൂടെ ഒരു ഗ്രേറ്റ്നെസ്സിലേക്ക് വരുവാൻ നമുക്ക് സാധ്യമല്ല. മറ്റുള്ളവരെ സെർവ് ചെയ്യുക, വിനയത്തോടെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക, ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു കുടുംബമാകട്ടെ, സഭയാകട്ടെ, ഒരു ബിസിനസ് സ്ഥാപനമാകട്ടെ, എന്തൊരു സിസ്റ്റവും ലീഡ് ചെയ്ത് മുന്നിലേക്ക് പോകാൻ നമുക്ക് ആ ഗ്രേസ് ആവശ്യമാണെന്ന് തന്നെ നമ്മൾ കർത്താവിനോട് പറയണം. നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കും. കർത്താവെ, ഇന്നത്തെ ഈ മോർണിംഗ് ഗ്ലോറി കണ്ട എല്ലാവരെയും അങ്ങയുടെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുകയാണ്. ദൈവകൃപ ഓരോരുത്തരോടുകൂടി ഇരിക്കട്ടെ. എല്ലാവർക്കും ഒരു നേതൃത്വം ഉണ്ടല്ലോ കർത്താവെ, എല്ലാവർക്കും ഒരു ലീഡർഷിപ്പുണ്ട്. പലതിൻ്റെ മുമ്പിൽ നിന്ന് അവർ നയിക്കുകയാണ്. പരിശുദ്ധാത്മാവേ, ഞാൻ പ്രാർത്ഥിക്കുന്നു, ഇത് കേട്ട എല്ലാവരുടെ മേലും ദൈവകൃപ വ്യാപരിക്കട്ടെ. ദൈവത്തെ ആശ്രയിക്കുവാനുള്ള കൃപ ഉണ്ടാകട്ടെ. മറ്റുള്ളവരെ സെർവ് ചെയ്യാനുള്ള കൃപ ഞങ്ങൾക്ക് ഏവർക്കും ഉണ്ടാകട്ടെ. രോഗികളായിട്ടുള്ളവർ ഈ സമയത്ത് കൈനീട്ടുക. കണ്ണുകൾക്ക് പ്രയാസമുള്ള ചിലർ, പക്ഷേ നിങ്ങൾക്ക് ആ കണ്ണിൽ സ്വന്തം കൈകളെടുത്ത് വയ്ക്കുക. യേശുവിൻ്റെ നാമത്തിൽ കാഴ്ചയ്ക്ക് പ്രയാസമുള്ളവർ ഇപ്പോൾ ഒരു വിടുതൽ പ്രാപിക്കട്ടെ, സൗഖ്യമാകട്ടെ. അതുപോലെ തന്നെ ഹാർട്ടിന് പ്രയാസമുള്ളവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഫൈബ്രോയിഡ് പോലെ വയറിനകത്ത് ഉള്ളവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. വിടുതലുകൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ഇപ്പോൾ കർത്താവെ ജനങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വിടുതൽ എല്ലാവരുടെ മേലും കൽപ്പിച്ചതിനായി നന്ദി. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ജനങ്ങളെ ബ്ലസ് ചെയ്തിരിക്കുന്നു. താങ്ക് യു ജീസസ്.
കർത്താവെ, നീ പ്രാർത്ഥന കേട്ടതിനായി നന്ദി. ഇൻ ജീസസ് നെയിം, ആമേൻ. നിങ്ങൾ ചെയ്യേണ്ടത് പ്രയർ ലൈൻ നമ്പറിലേക്ക് വിളിക്കുക. അല്ലെങ്കിൽ പ്രയർ നമ്പറിൽ വിളിച്ചാൽ ശുശ്രൂഷകർ നിങ്ങൾക്കൊണ്ട് നേരിട്ട് പ്രാർത്ഥിക്കും. അല്ലെങ്കിൽ ബ്ലെസ്സിങ് ടുഡേ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ ഓഡിയോ മെസ്സേജുകളായിട്ടോ വീഡിയോ മെസ്സേജുകളായിട്ടോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജായിട്ടോ അയയ്ക്കുക. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.